പെട്രോൾ വണ്ടിയാണ്. ഫുൾ ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാ ഒരുപാട് ഫിറ്റിംഗ്സ് ഉണ്ട് യാസിൻ ഭായി. ഇതൊരു 10,000 അലവിയും ടയറൊക്കെ ലോ പ്രൊഫൈൽ ടയറൊക്കെയാണ് ഇതിലേക്ക് കണ്ടിട്ട് ഒരുപാട് ഫോൺ കോൾ വരുന്നത് ലോങ് എന്നാണ് വരുന്നത്. അപ്പൊ ഈ വന്നിട്ട് ഇന്ന് മോശമാണെന്ന് പറഞ്ഞ ആവശ്യമില്ല. നമ്മൾ വിളിക്കുമ്പോൾ തന്നെ ഫോട്ടോ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുത്ത് കറക്റ്റ് ആക്കിട്ട് കൊടുക്കുള്ളൂ. റേറ്റിൽ നമുക്ക് കൊടുക്കാം 1,65 65 രൂപയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാൻ കഴിയും. 1,65,000 1,4 1,30 വരെ നമുക്ക് ലോൺ 10-15 രൂപ കണ്ടിട്ട് വണ്ടി ഇറക്കട്ടോ. കാരണം ചെറിയ പൈസന്റെ വണ്ടി കേട്ടോ. 3,35,000 രൂപ ഫൈനൽ നമ്മളെ കയ്യിൽ കിട്ടണമെങ്കിൽ കൊടുക്കാം. അതിൽ വേണമെങ്കിൽ കുറച്ചും കൊടുക്കാം. ചെറിയ എന്തെങ്കിലുമൊക്കെ 3,15,000 രൂപ കൊടുക്കാം. 3,15,000 കൊടുക്കും. 2-2.5 രൂപയുടെ ഉള്ളിൽ നമുക്ക് ലോണും ചെയ്യിപ്പിച്ചു കൊടുക്കാം. മാക്സിമം വരും. അപ്പൊ നമ്മളങ്ങനെ ഏകദേശം 1-1.5 മാസത്തിന് ശേഷം വീണ്ടും മലപ്പുറം കാവുമുള്ള റിയൽ ചോയ്സിലുള്ള വീണെത്തിക്കൊണ്ട് കണ്ടമാനം വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയിക്കണം. ഏകദേശം 10, 50, 80ഓളം വണ്ടികളുണ്ട്. മേജർ ആക്സിഡന്റും ഫ്ലഡിനൊക്കെ ഫുൾ ചെയ്യുന്ന അടിപൊളി ഷോറൂമാണ്. മാക്സിമം വണ്ടികൾ ഫുൾ ഓണാണ്. ഗിവ് അവ പരിപാടി അത് വേറെ ഉണ്ട്. നമ്മളെ കൂടുതൽ അർഷാക്കും ആ ലൊക്കേഷൻ പറഞ്ഞേ. ഇത് മലപ്പുറം ടൗണിന് മെയിൻ സിറ്റി ടൗണിന്ന് 1 കിലോമീറ്റർ ആണ് നമ്മളെ ഷോപ്പുകൾ. KSRTC സ്റ്റാൻഡിന്ന് 1 കിലോമീറ്റർ നമ്മുടെ ഷോപ്പുകൾ. കാവുങ്ങൽ പറഞ്ഞ സ്ഥലമാണ്. മലപ്പുറം ടൗണിൽ MSP ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കാവുങ്ങൽ പറഞ്ഞ സ്ഥലത്തേക്ക് അവിടുന്ന് കോഴിക്കോട് പാലക്കാട് ബൈപ്പാസ്. ആ ബൈപ്പാസിന്റെ ഏകദേശം സെൻട്രൽ ആയിട്ടാണ് നമ്മുടെ ഷോപ്പ്. റിയൽ ചോയ്സ് എന്നാണ്. ഒരു ഔട്ട്സൈഡറോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മലപ്പുറത്ത് ബസ് ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഏതൊരു കൊച്ചു കുട്ടിനോട് വെച്ചാലും അറിയും. അതാണ് പറയണ്ടല്ലേ? അതായത് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. ഗൂഗിളില് നമ്മൾ കേട്ടിട്ടില്ല. വിളിക്കുന്ന ആൾക്കാർക്ക് കറക്റ്റ് ലൊക്കേഷൻ വിട്ടുകൊടുക്കും. അതല്ല എല്ലാ ഇനി എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഇന്ന ഭാഗം പാർട്സ് മാറിയണം, ഞങ്ങൾക്ക് ഓക്കെ ആണോ ആണെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി. എല്ലാ കാര്യം ഒരു കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഡീൽ ചെയ്യണ പരിപാടി നമ്മൾ എടുത്തില്ല. യഥാർത്ഥം പറഞ്ഞ് കച്ചവടം ചെയ്യാം. അതാകുമ്പോ ഒരു ഇടങ്ങേറോ ആർക്കില്ല. ഇത് 1 ലക്ഷം രൂപ മുതലുള്ള വണ്ടികളാണ് ഇവിടുന്ന് സ്റ്റാർട്ടിങ്. അത് മുതൽ ഇപ്പൊ 12.5 ലക്ഷം രൂപ ഉള്ള ബഡ്ജറ്റുള്ള വണ്ടി വരെ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുള്ളോട് വണ്ടിയൊക്കെ. മേജർ ആക്സിഡന്റും 100% ഫ്ലഡ് എഫക്റ്റും ടോട്ടൽ ലോസും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഗ്യാരണ്ടി. അതിനിപ്പോ ഈ കസ്റ്റമർ ഈ 2 കേസ് എന്താണ് പ്രശ്നം ചോദിച്ചിട്ട് നമ്മൾ കുറെ കസ്റ്റമർമാരെ വിളിക്കുന്നുണ്ട്. ഫ്ലഡ് വണ്ടി നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കൊടുത്ത ഡേറ്റിന്റെ ശേഷം ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ഇവിടുന്ന് അഗ്രിമെന്റ് ചെയ്തു. അതിന്റെ ശേഷം വന്ന ഹിസ്റ്ററിയില് ഇതൊക്കെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി ചെയ്യണ കച്ചവടം. അപ്പൊ നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ ഇനിയിപ്പോ ഓൾക്ക് എന്തുണ്ട് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ പറഞ്ഞേ കൊടുക്കുള്ളൂ. 100% പറ്റിക്കലില്ല. ഗ്യാരണ്ടിയിലേക്ക് കൊടുക്കുള്ളൂ. നമുക്ക് അങ്ങനത്തെ പൈസ വേണ്ട. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോകാൻ നേരെ വീഡിയോയിലേക്ക് പോകാം. നല്ല അടിപൊളി മോഡിഫിക്കേഷൻ നല്ല ഹോണ്ട അമേസിലെ കിടലം വണ്ടി ചെറിയ കൈ കൊടുക്കും. പെട്രോൾ വണ്ടിയാണ്. ഫുൾ ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാ ഒരുപാട് ഫിറ്റിംഗ്സ് ഉണ്ട് യാസിൻ ഭായി. ഇതൊരു 10,000 അലവിയും ടയറൊക്കെ ലോ പ്രൊഫൈൽ ടയറൊക്കെയാണ് ഇതില് സീറ്റ് നോക്കി. സീറ്റ് ഇന്ത്യയിലൊക്കെ അടിപൊളിയാണല്ലേ? നമ്പറൊക്കെ 2026 അടിപൊളി വണ്ടിട്ടോ. ഹൈ ക്വാളിറ്റി വണ്ടി. അതിന്റെ സീറ്റും കാര്യങ്ങളൊക്കെ നോക്കി മൊത്തം വർക്ക് എടുത്ത വണ്ടി കേട്ടോ. ഫുൾ പഠിപ്പിച്ച വണ്ടിയാണ്. ഒരുപാട് വർക്ക് ചെയ്യുമ്പോൾ കയറിയ വണ്ടിയാണ്. ബക്കറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിങ് കാര്യങ്ങൾ എല്ലാം ഉള്ള വണ്ടി. ഇത് എത്ര മോഡലായിരുന്നു? 2013-14 റേസറുള്ള വണ്ടിയാണ്. 1 റുപ്യന്റെ മെയിന്റനൻസ് വരില്ല. തട്ടുമുട്ടിലെ കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി വരെ വർക്ക് ചെയ്ത ഹെഡ്ലൈറ്റ് പ്രൊജക്ട് ആക്കിനോ എല്ലാ വർക്കും ചെയ്ത് വണ്ടിയാണ്. നോർമൽ ഒരു പെട്രോൾ വണ്ടിന്റെ വില നമുക്ക് കിട്ടിയാൽ മതി. ഇത് നമുക്ക് 3,35,000 രൂപ കൊടുക്കാം. ഒരുപാട് വർക്ക് എടുത്ത വണ്ടി. 3,35,000 ഫുൾ ലോണും ചെയ്ത് കൊടുക്കാൻ കഴിയും. ഫുൾ ലോണും ഉറുപ്പിയും മുടക്കണ്ട. ആളുകൾ വന്നാൽ മാത്രം മതി. ആൾക്ക് ഡെലിവറി കൊടുക്കും. ഇത് ഈ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒരു 1.5 ലക്ഷം രൂപ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട്. അതിന്റെ പൈസ നമുക്ക് വേണ്ട. നോർമൽ ഒരു കാർ കിട്ടുന്ന പൈസ മതി. ഇതിന് വിറ്റാൽ തന്നെ നമ്മളോട് 40-35 രൂപ ലെവലിൽ നമ്മളോട് പറഞ്ഞാണ്. നമുക്ക് വേണ്ട. കറക്റ്റ് നമുക്ക് കിട്ടുന്ന വില മാത്രം പറഞ്ഞോളൂ കേട്ടോ. അത് മാത്രം മതി. ഉറുപ്പ് മുടക്കണ്ട. പെട്രോൾ ആകുമ്പോ ഒരു 16-17 വരെ കിട്ടും. എന്തായാലും കിട്ടും. 65,000 കിലോമീറ്റർ വണ്ടിയാണ്. പണി വരില്ല പെട്രോൾ. ഇതിന് അമേസിന്റെ ഡീസലിനും പണി വല്ലാതെ വരുന്നില്ല. പെട്രോളിനും തീരും പണി വരില്ല. അടുത്ത വണ്ടി അടിപൊളി സിൽവർ കളറ്. ആനക്കൊമ്പിന്റെ കളറാണ്. സിൽവർ അല്ല, രസമുള്ള കളറാണ്. ഒരു ആനക്കൊമ്പില് 2013 വണ്ടി ഇറാ പ്ലസ്. 13 ഇറാ പ്ലസ്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ് യാസിൻ ഭായി. കിലോമീറ്റർ ഓടിക്കണത് 82 അങ്ങനെ എന്തൊക്കെയാണ് ഓടിക്കുന്നത്. ഒരു തട്ടുമുട്ടുള്ള റീപ്ലേസ് കാര്യങ്ങൾ ഒന്നും ഇല്ലാത്ത വണ്ടി. നോർമൽ അൾട്ടോന്റെ റേറ്റിൽ നമുക്ക് കൊടുക്കാം. 1,65
65 നമുക്ക് ഇത് കൊടുക്കാൻ കഴിയും. 1,65,000 കൊടുക്കാം. 1,30 വരെ നമുക്ക് ലോൺ 10-15 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കട്ടോ. ആർക്കും ചെയ്യാം. അതൊക്കെ ഗ്യാരണ്ടി ഉണ്ട്. ഗ്യാരണ്ടി നല്ല വണ്ടിയാ. റീപ്ലേസ് കാര്യങ്ങള് മേജർ ആക്സിഡന്റ് റീപ്ലേസ്, ഗ്ലാസ് വരെ ഫ്രണ്ട് ഗ്ലാസ് വരെ റീപ്ലേസ് മാറിയിട്ടില്ല. അത്രയും ഗ്യാരണ്ടി ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ലോൺ എത്ര കയറുന്നാലേ? ലോൺ നമുക്കൊരു 1,30 വരെ നമുക്ക് ലോൺ ചെയ്യിപ്പിച്ചു കൊടുക്കാം. മാക്സിമം കയറും, ചെയ്യിപ്പിച്ചു കൊടുക്കാം. നല്ല പ്രൊഫൈല് മാക്സിമം ലോൺ, മാക്സിമം ഫുൾ ലോൺ തന്നെ ചിലപ്പോൾ കയറ്റി കൊടുക്കാൻ മതി. 10-15 മൈലേജ് കിട്ടൂലേ? 18 മൈലേജ് ഗ്യാരണ്ടി ആയിട്ട് എന്തായാലും കിട്ടും. കിട്ടും. അതേ മാർക്കൻ അടിപൊളി എർട്ടിക്കാണല്ലോ. ഇത് സോൾഡ് ആയിരുന്നു, സോൾഡ് ആയില്ല, ബുക്കിംഗ് ആക്കണം. അടുത്ത വണ്ടിയല്ല അടിപൊളി 7 സീറ്റ് ഡ്രൈവറില്ല. എങ്ങനെ മോളുണ്ട്? ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. 2018 വണ്ടിയാണ്. 18 മോളിലാണ് ഫുൾ ഓപ്ഷൻ. കുറഞ്ഞ കിലോമീറ്റർ 10-65 കിലോമീറ്റർ 70,000 കിലോമീറ്ററിന്റെ ലെവലിൽ ഓടിയിട്ടുള്ളൂ. ആകെ ഓടിയിട്ടുള്ള ഡീസൽ വണ്ടിയാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ നല്ല ഫുൾ ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും. പൈസ കൊടുക്കണ്ട, ഒന്നും വേണ്ട. മാത്രം മെക്കാനിക്കൽ വണ്ടി കേട്ടോ. സിംഗിൾ ഓണർഷിപ്പിലാണ് ഇപ്പൊ ഉള്ളത് വണ്ടി നിലവിലുള്ള. റീപ്ലേസ് തട്ടുമുട്ടില് റീപ്ലേസ് അങ്ങനത്തെ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു പരിപാടിയില്ല. സീറ്റ് കാര്യങ്ങള് ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? നല്ല വൃത്തിയിലാണ്, എല്ലാം കൊണ്ട് ഉഷാറില്ല. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ട? ഇത് നമുക്ക് 5,60,000 റുപ്യ കൊടുക്കാം. 5,60,000 ലോണും ചെയ്യിപ്പിച്ചു കൊടുക്കാം. 7 സീറ്റ് വണ്ടി കൊടുക്കാം. 7 സീറ്റ് വണ്ടി കൊടുക്കാം. 7 സീറ്റ് 5 സീറ്റ് വണ്ടി അല്ലേ? അതിൽ കുറച്ച് കൊടുക്കാം. ഫുൾ ഓൺ ഓർമ്മ മുടക്കും വേണ്ട. ഇത് പെട്രോൾ ആയിരുന്നു. ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഡീസൽ ഇതൊരു 18, 19, 20 വരെ മാക്സിമം മൈലേജ് 18 വരെ ഏറ്റാ മതി. പറഞ്ഞില്ലേ? അതേ മാർക്കൻ അടിപൊളി റിഡ്സാണല്ലോ. കേട്ടോ, ഡീസൽ വണ്ടി. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള തട്ടുമുട്ടിലെ കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി മെക്കാനിക്. നമ്മൾ ഡീസൽ വണ്ടി എടുക്കുമ്പോ നല്ലോണം ശ്രദ്ധിച്ചെടുക്കുള്ളൂ. മെക്കാനിക്കൽ നല്ലോണം നോക്കിയിട്ട് എടുക്കുള്ളൂ. നമ്മളിപ്പോ കൂടെ 2 വർക്ക്ഷോപ്പുകാരുണ്ട്. പോലും കൂട്ടി പോയിട്ട് ഡീസൽ വണ്ടി പെട്രോൾ വണ്ടിയൊക്കെ ആകുമ്പോൾ വലിയ ബുദ്ധിമുട്ട് വരില്ല. ഡീസൽ വണ്ടി നല്ലോണം നോക്കിയിട്ട് എടുക്കണല്ലേ. എത്ര മോഡലായിരുന്നു? 2011 മോഡൽ 12 രജിസ്റ്ററുള്ള വണ്ടിയാണ്. 12 രജിസ്ട്രേഷൻ വണ്ടിയാണല്ലേ? ഇത് നമുക്കൊരു 2,35,000 രൂപ ചോദിക്കുന്നുണ്ട്. ചെറിയ മാറ്റം പറ്റി കൊടുക്കുക. നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. നല്ല വൃത്തിയുള്ള ക്വാളിറ്റി വൃത്തിയുള്ള വണ്ടിയാണിത്. എത്ര ഓടിക്കണത്? ഇത് 1,40 ആ ലെവലിലൊക്കെയാണ് ഓടിക്കുന്നത്. നിലവിൽ ഓടിക്കണ്ടില്ല. കസ്റ്റമർക്ക് നമ്മൾ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അത്രയും ഗ്യാരണ്ടി ഉണ്ടല്ലേ? നല്ല വണ്ടി, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിപ്പോ ലോൺ എത്ര കയറുന്നാലേ? ലോൺ നമുക്ക് ഇതുവരെ 1 lakh വരെയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. മാക്സിമം ചെയ്ത് 1,15,000 റുപ്യ വരെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ വന്നോട്ടല്ലേ? കസ്റ്റമർ വന്ന് നമുക്ക് പറഞ്ഞു. അടുത്ത വണ്ടി ഇന്നോവല 2009 ഒറിജിനൽ കേരള വണ്ടി. 9 ഒറിജിനൽ കേരള വണ്ടി പുത്തൻ പേപ്പറുള്ള വണ്ടി. തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടിയില്ലേ? ടൈപ്പ് 4 ഡാക്കിന്. ഇതൊക്കെ എന്താ വെച്ചാൽ ഒരുപാട് വണ്ടികളുള്ള സ്ഥലമില്ലാത്തുള്ള കൊള്ളിച്ചിട്ടാണ്. നിങ്ങൾക്ക് കറക്റ്റ് വീഡിയോയിൽ പെടുത്താൻ കഴിയില്ല. നല്ല വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. G4 ആണ്. ടൈപ്പ് 4 ചെയ്തോ. അലവില് കാര്യങ്ങൾ അതൊക്കെ ചെയ്തോണ്ടില്ല. നല്ല മെക്കാനിക്കോട്ട് വണ്ടി. ഇത് കിലോമീറ്റർ ഓടിക്കുന്നത്? കിലോമീറ്റർ 2 ലക്ഷത്തിന്റെ അടുത്താണ് ഓടിക്കുന്നത്. അത് കറക്റ്റ് ജനറൽ സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. എല്ലാം ഉഷാറാണല്ലോ അല്ലേ? റീപ്ലേസ് മേജർ ഫ്രണ്ട് ഗ്ലാസ് വരെ 9 വണ്ടിന്റെ ഇത്ര കാലത്ത് മാറിയില്ല. അത് നമ്മൾ പറയണ്ടല്ലേ? സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തോണല്ലേ? 9 മോൾ എത്ര പേപ്പർ ഉണ്ട്? 9 പേപ്പർ ഉണ്ടോ? അപ്പൊ 5 വർഷത്തിന് പുതിയ പേപ്പർ ഉണ്ടാവും. എല്ലാം ഉണ്ടല്ലേ? എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കുന്നതല്ലേ? നമുക്ക് 4,90,000 രൂപ നമ്മളെ കയ്യിൽ കിട്ടണമെങ്കിൽ കൊടുക്കാം. 4,90,000 രൂപയ്ക്ക് 9 മോളിൽ 29 പേപ്പർ വണ്ടി കൊടുക്കാം. അത് ഒറിജിനൽ കേരള വണ്ടി. നല്ല വണ്ടിയില്ലേ? ലോൺ കയറുമ്പോ അതിന് നമുക്ക് ഒരു 2-2.5 ലക്ഷം വരെ ട്രൈ ചെയ്യാം. മാക്സിമം ലോൺ കയറും. അതേമാതിരി ചോപ്പിന്റെ ഉണ്ടല്ലോ. ഇത് 2005-6 മോഡൽ വണ്ടിയാണ്. 5 മോഡൽ 6 രജിസ്ട്രേഷൻ വണ്ടിയില്ല. പുതിയ പേപ്പറൊക്കെ പുതിയത് റണ്ണിംഗ് ആണ്. 5-6 മാസം ഇൻഷുറൻസ് ബാലൻസ് ഉണ്ട്. എല്ലാം ഉള്ള വണ്ടി. ക്വാളിറ്റി തട്ടുമുട്ടിൽ അപ്രോണ് വർക്കോ ഒരു പരിപാടിയില്ല. അങ്ങനത്തെ 5-6 വണ്ടി ഒന്നും എടുക്കലില്ല. നമുക്ക് മെക്കാനിക് പക്കായി തോന്നിയോണ്ട് മാത്രം എടുത്താണ്. ആ ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കണ്ടില്ലേ? അവര് ചെറിയ കോളീസിന് വേണ്ട യാസിൻ ഭായി 2-2.5 റുപ്യ കൊടുക്കാം. ആ പൈസക്ക് 2,75,000 റുപ്യ നമ്മൾ ഈ ഇന്നോവ ചോദിക്കുന്നത്. 2,75 മാറ്റം വരുത്തിയിട്ട് കൊടുക്കാം. സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. 7 സീറ്റ് വണ്ടിയില്ലേ? 7 സീറ്റ് വണ്ടി. ഇതിപ്പോ റീപ്ലേസ് ഒന്നും മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഒരു പരിപാടിയില്ല. നമ്മൾ കസ്റ്റമർമാരോട് വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞു കൊടുക്കാം. നമ്മള് ഇരുത്തി പറഞ്ഞ എല്ലാം പറഞ്ഞു എന്തുണ്ടെങ്കിലും നമ്മളൊന്നും മറച്ചു വെക്കണ സ്വഭാവം നമുക്ക് തുറന്നടിച്ച് കാര്യങ്ങൾ പറയും. ആൾക്കാർ വന്നാൽ മതി. ആൾക്കാർ വന്നാണ്. ഈ ലോങ്ങിന്റെ കാര്യങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് ഫോൺ കോൾ വരുന്നത് ലോങ്ങിന്നാണ് വരുന്നത്. അപ്പൊ ഈ വന്നിട്ട് ഇന്ന് മോശമാണെന്ന് പറഞ്ഞ ആവശ്യമില്ല. നമ്മൾ വിളിക്കുമ്പോ തന്നെ ഫോട്ടോ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുത്ത് കറക്റ്റ് ആക്കിട്ട് കൊടുക്കുള്ളൂ. ഇതിമേ നമുക്ക് ഒരു 1 lakh വരെ സേഫ് ഫിനാൻസ് 2.25 ലക്ഷം രൂപ വണ്ടിക്കും 1 ലക്ഷം ലോൺ ചെയ്യിപ്പിച്ചു. എന്നാലും 10-12 മൈലേജ് ഉള്ളൂ. ഒരു 12 വരെ മൈലേജ് കിട്ടുമല്ലോ. അതേപോലെ അടിപൊളി ഇയോണായാലോ?
13 മോഡൽ ഇയോണാണ്. 13 ഇയോണ്, സോറി 12 മോഡൽ. 12 മോഡൽ ഇയോണാണ്. ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് ഡിലൈറ്റ് ആണ്. ഇത് നമുക്ക് ചെറിയ പൈസ 1.5 രൂപ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഈ വണ്ടി കൊടുക്കാം. നമുക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് ഇയോൺ കൊടുക്കാല്ലേ? നല്ല മെക്കാനിക്കൽ വണ്ടിയാണ്. തട്ടുമുട്ടുള്ള വണ്ടി 10-15 കുറഞ്ഞിരിക്കണ നല്ലതേ. നല്ല വണ്ടി കൊടുക്കുക. എടുക്കണ വണ്ടി നല്ല വൃത്തിമെടുപ്പുള്ള വണ്ടി എടുക്കാലോ. അതെ, അത് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞില്ല. ഇത് എത്ര ഓടിക്കണല്ലേ? ഇത് ഓടിക്കണത് 1 ലക്ഷത്തിന്റെ ഉള്ളിലാണ് ഓടിക്കുന്നത്. നിലവിൽ ഓടിക്കുന്നത് ഒരു 2012 അൾട്ടോക്ക് വേണ്ട യാസിൻ ഭായി കൊടുക്കാം. ഈ റേറ്റ് കൊടുക്കാം. അവരൊക്കെ നമുക്ക് ഒരു 1 ലക്ഷം വരെ ലോൺ ചെയ്യിപ്പിച്ചു കൊടുക്കുക വണ്ടിക്ക് കൊടുക്കാല്ലേ? ഇത് ഓണർഷിപ്പ് സിംഗിളോ? രണ്ടാമത്തെ ഓണറാണോ നിലവിലുള്ള? റീപ്ലേസ് ഒന്നുമില്ല, ഒരു പരിപാടിയില്ല. ഇതിപ്പോ ലോൺ എത്ര കയറുന്നല്ലേ? ഫുൾ ഒരു 1 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യിപ്പിച്ചു കൊടുക്കാം. ഒരു 10,000 രൂപ വണ്ടി ഇറക്കാം. 50,000 മുടക്കിൽ വണ്ടി ഇറക്കാം. മാക്സിമം ലോൺ ആണല്ലോ? മാക്സിമം ലോൺ കൊടുക്കാം. അതേമാതിരി നിസാന്റെ മൈക്രോ ഉണ്ടല്ലോ. മൈക്രോ ഡീസലാണ്. ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. 90,000 കിലോമീറ്റർ സർവീസ് ഉള്ള വണ്ടി. എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ഉള്ള വണ്ടി. എറണാകുളം രജിസ്ട്രേഷൻ വരുന്നുണ്ട്. ബാക്ക് വൈഫർ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി. എല്ലാം വരും. ഇതിപ്പോ വരാത്തൊരു സംഭവം ഏറ്റവും ഫുള്ളോട്. ഇത് എത്ര ഓടിക്കണത്? ഇത് ഓടിക്കണത് 1.3 ആണ്. 1,03,000 കിലോമീറ്റർ കണക്കാക്കി ഓടിയാണ് നിർത്തിയാൽ. സർവീസും കാര്യങ്ങളാണ്. നമ്മളിതൊക്കെ ഹിസ്റ്ററി നോക്കിട്ട് എടുത്ത വണ്ടിയാണ്. നോക്കിയെടുത്താണല്ലേ? ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാമല്ലോ. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് നമുക്ക് 2.5 ലക്ഷം വരെ ലോൺ ചെയ്യിപ്പിക്കാൻ. ഒരു 3.15 നമ്മൾ ചോദിക്കുന്നുണ്ട്. 3,15,000 2 ലക്ഷം വരെ ലോണും കയറ്റി കൊടുക്കാൻ പറ്റും. എന്തായാലും ഒരു 10, 30 രൂപ 40 രൂപ മുടക്കിൽ വണ്ടി ഇറക്കാം. പ്രൊഫൈല് മെയിനായിട്ട് പറഞ്ഞില്ല. പ്രൊഫൈലിനനുസരിച്ച് ഓക്കെ. ഇത് എത്ര ഡീസലാകുമ്പോ മൈലേജ് കിട്ടും? ഡീസലാകുമ്പോ 20 ഗ്യാരണ്ടി ആയിട്ട് എന്തായാലും മൈലേജ് ഗ്യാരണ്ടി ആയിട്ട്. അതേമാതിരി ഒരു മൈക്രോ ആണല്ലോ. 2012 മൈക്രോ. ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. ഏറ്റവും ഫുള്ളോട്. ഇത് പെട്രോൾ ആണ്. അപാര മെക്കാനിക്കൽ വണ്ടിയാണ്. അപാര മെക്കാനിക്കലാണ്. തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടിയില്ല. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. നമ്മള് ഓടിച്ചു കൊടുക്കുന്ന ഞാൻ ഓടിച്ചു കൊടുക്കുന്ന വണ്ടിയാണ്. അടിപൊളി അലവിലൊക്കെ ചെയ്ത വണ്ടിയില്ല. ഏറ്റവും ഫുള്ളോട് സ്റ്റാർട്ടും കീലസും ഇതൊക്കെ വരാം. ബാക്ക് വൈഫർ എല്ലാ സാധനങ്ങളും വരുന്ന വണ്ടി. റെഡ് ആകുമ്പോ ഇവിടെ ഇട്ടിട്ടാണ് നമ്മൾ പുറത്തിട്ട് ഇതിന്റെ വീഡിയോ ഒക്കെ വിളിക്കുന്ന കസ്റ്റമർക്ക് കറക്റ്റ് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ഇട്ട് കൊടുക്കും. കറക്റ്റ് കാണിച്ചു കൊടുക്കുമല്ലോ. ഒരു തട്ടുമുട്ടിൽ ഒരു റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. ഇല്ലാത്ത നല്ല ഗ്യാരണ്ടി വണ്ടി. ഗ്യാരണ്ടി വണ്ടി. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കുന്നത്? 2,55,000 രൂപ നമുക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. 2,55,000 അതിൽ വേണമെങ്കിൽ കുറച്ചും കൊടുക്കാം. ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമുക്ക് ചെയ്യിച്ചു. ലോൺ കാര്യങ്ങളൊക്കെ ലോൺ 2 ലക്ഷത്തിനടുത്ത് വരെ നമുക്ക് ലോൺ ചെയ്യാം. ഒരു 1.25 വരെ നമുക്ക് ചെയ്യിപ്പിക്കാം. എന്തായാലും 10,000 രൂപ വണ്ടി ഇറക്കാം. അതേമാതിരി വീണ്ടും മൈക്രോ ആണല്ലോ. ഇത് 2014 സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന മൈക്രോണ്. സിംഗിൾ ഓണർഷിപ്പ് മൈക്രോ. ഇതും എക്സ്പീരിയൻ ഓപ്ഷൻ വരുന്നത്. ഇത് സിംഗിൾ ഓണർ ആണ്. 80,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. തട്ടുമുട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ക്വാളിറ്റി വേണ്ടിട്ടോ. ഒരു പരിപാടി നല്ല വണ്ടിയില്ല. ഇതൊക്കെ എറണാകുളം വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഇടയിൽ കൂടെ വണ്ടിന്റെ ഇടയിൽ കൂടെ നടക്കുമ്പോഴേ. റീപ്ലേസ് കാര്യങ്ങൾ എന്തെയുണ്ടോ? അതാണ് നമ്മൾ റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി എന്താ മെക്കാനിക്കൽ വണ്ടി ഇറങ്ങി ഉഷാർ വണ്ടിയാണല്ലേ. ഈ മൈക്രോ പെട്രോളിനൊന്നും ഒരു പണി വരില്ല കേട്ടോ. വരൂലല്ലേ? അതാ ഗ്യാരണ്ടിയില്ലേ? എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണമെന്നാലേ? ഇത് നമുക്ക് 2,85,000 ചോദിക്കണ്ടേ. അത് 2-2.5 പേരൊക്കെ നമുക്ക് ലോൺ ചെയ്യിപ്പിക്കാൻ കഴിയും. 2,50,000 2 ലക്ഷം ലോൺ വരും. വെറും 30,000-35,000 മുടക്കി നമുക്ക് മൈക്രോ ആക്കാറല്ലേ? അതും ഗ്യാരണ്ടിയിൽ ക്വാളിറ്റിയിലുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. സിംഗിൾ ഓണർ വണ്ടി. അടുത്ത വണ്ടി വീണ്ടും നിസാൻ മൈക്രോ അല്ലേ? വെള്ള കളർ അലവിലൊക്കെ ചെയ്ത വണ്ടി. എങ്ങനെ മോഡലുണ്ട്? ഇത് 2017 മോഡൽ മൈക്രോ ആണ്. ഒരുപാട് സംഖ്യ അലവിലായിട്ട് ചെയ്തോണോ? നല്ലോ പൈസ പൊട്ടിച്ചു നമുക്കില്ല. അതാ ഗ്യാരണ്ടി ഉണ്ട്. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ ഓടിക്കുന്നത് 80,000 കിലോമീറ്റർ ആണ്. നിലവിൽ ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? സിംഗിൾ ഓണർ. നമ്മുടെ കയ്യിൽ ഒരുവിധമൊക്കെ സിംഗിൾ ഓണർ, സെക്കൻഡ് ഓണർ ഇങ്ങനത്തെ വണ്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. റീപ്ലേസ് ഉണ്ടോ? തട്ടുമുള്ളിൽ റീപ്ലേസിംഗ് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഒരു പരിപാടി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. പറഞ്ഞു കൊടുക്കാം. ഇത് 2017 വണ്ടിക്ക് ഈ വണ്ടിക്ക് നമ്മള് 4,35 ചോദിക്കണം. ഡീസൽ വണ്ടി കേട്ടോ. 4,35,000 രൂപ ഡീസൽ വണ്ടി കൊടുക്കാം. കുറച്ച് കൊടുക്കാം. ചെറിയ എന്തെങ്കിലും മാറ്റം പറ്റി കൊടുക്കാം. ലോൺ എത്ര കയറും? ലോൺ തിമ്മല് നമുക്കൊരു 3-3.5 ലക്ഷം വരെ ലോൺ ചെയ്യിപ്പിച്ചു. മാക്സിമം ലോൺ പറഞ്ഞു കൊടുക്കാം. നല്ല മെക്കാനിക്കലുള്ള ഒറിജിനൽ കേരള വണ്ടി. അതെ. അതേ മാർക്കാണ് ഇയോണാണല്ലോ. 2016 മോഡൽ ഇയോണാണ്. ഇത് നമുക്ക് 2,15,000 രൂപ ചോദിക്കുന്നുണ്ട്. ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ ഇയോണാണല്ലേ? മഴ ആയതുകൊണ്ട് യാസിൻ ഭായി കുറച്ച് ബുദ്ധിമുട്ട്. അതെ. നല്ല അടിപൊളി വണ്ടിയില്ല. ഇത് കിലോമീറ്റർ ഓടിക്കണത്? കിലോമീറ്റർ ഓടിക്കുന്നത് 75,000-80,000 കിലോമീറ്ററിന്റെ അടുത്താണ്. ആ ലെവലിലാണ് നിലവിൽ ഓടിക്കുന്നുണ്ട്. റീപ്ലേസ് ഉണ്ടോ? മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടിയില്ല. സീറ്റ് കാര്യങ്ങള് ഇന്ത്യൻ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? എല്ലാം ഉഷാറാണ്. റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയില്ല. റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണത്? ഇത് 2,15,000 രൂപ.
2.15 സിംഗിൾ ഓണർഷിപ്പിലാണ് നല്ല വണ്ടി. അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കാമല്ലോ. ചെറിയ മാറ്റം നമ്മൾ വെട്ടി കൊടുക്കും. കസ്റ്റമർ നമ്മളെ വിളിച്ചാൽ മതി, നമ്മൾ കറക്റ്റ് പറഞ്ഞ് ചെയ്ത് കൊടുക്കും. മാക്സിമം ലോൺ കയറും. മാക്സിമം ലോൺ ചെയ്തു ഫുള്ള് കയറോ? ഫുൾ ലോണിന്റെ അടുത്ത് 10 റുപ്യ 35 റുപ്യ 40 റുപ്യ കണ്ടിട്ട് നമുക്ക് വണ്ടി ഇറക്കി ചെയ്ത് കൊടുക്കാം. അതേ മാർക്കറ്റ് വീണ്ടും ഒരു വെള്ള കളർ ഇയോണല്ലോ. 2013 മോഡൽ ഇയോണ് ഡിലേറ്റ് ആണ്. ഇത് നമുക്കൊരു 1.5 റുപ്യ നമുക്ക് കൊടുക്കാം. 1,50,000 റുപ്യക്ക് അടിപൊളി ഇയോ വെള്ള കളർ കൊടുക്കാം. വെള്ള കളർ കൊടുക്കാം. ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഓടിക്കണത് 1ന്റെ ഉള്ളിലാണ് ഇത് ഓടിയിട്ടുള്ളത്. ഇപ്പൊ നിലവിൽ ഓടിക്കുന്നുണ്ട്. എന്നാ റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല, മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒരു പരിപാടി വരെ നമുക്ക് ലോൺ ചെയ്യിപ്പിച്ചു കൊടുക്കാൻ പറ്റും. മാക്സിമം ലോൺ ആണല്ലോ. ലോൺ ചെയ്യിപ്പിച്ചു കൊടുക്കാൻ പറ്റും. സീറ്റ് കാര്യങ്ങൾ ഇന്ത്യയിലെ വൃത്തിയുള്ള വണ്ടിയില്ല, നല്ല വൃത്തിയുള്ള വണ്ടി. ഇതൊക്കെ ആൾക്കാരെല്ലാം ഡെലിവറി കൊടുക്കുമോ? എല്ലായിടത്തും എത്തിച്ചിട്ടുണ്ട്. കൊടുക്കൂലേ? ഏത് അറ്റുണ്ടെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും. നിങ്ങളെ വീഡിയോ കണ്ടിട്ട് നമ്മളത് കാണാതെ അഡ്വാൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ പറ്റിച്ചൂല, നമ്മൾ പറ്റിക്കൂല. അതാണ് പറഞ്ഞില്ലേ, ഒരു പറ്റിക്കില്ല. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാളെ നമ്മൾ വഞ്ചിക്കൂല, 100% ഉറപ്പാണ്. അതെ, ഇതൊക്കെ മാക്സിമം ലോൺ അറിയൂലേ? മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും. ഒരു 10-15 എന്തായാലും മൈലേജ് ഇല്ലതൊക്കെ 18 എന്തായാലും കിട്ടുമല്ലോ. അതേ പറഞ്ഞ നിസാൻ സണ്ണിയാണ് സെഡാ വണ്ടിയില്. 12 മോഡല് XP ആണ്. ഏറ്റവും ഫുൾ ലോഡ് കേട്ടോ. ഏറ്റവും ഫുൾ ലോഡ് ബട്ടൺ സ്റ്റാർട്ട് കീലസും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. എല്ലാം വരുന്ന വണ്ടിയാണ്. തിരുവനന്തപുരം രജിസ്ട്രേഷൻ ഉള്ള തലസ്ഥാന വണ്ടിയില. നല്ല മെക്കാനിക്കൽ വണ്ടി കേട്ടത്. എല്ലാം ഉഷാറല്ലേ? നല്ല ക്വാളിറ്റി വണ്ടിയാണ്. എത്ര 2,75,000 റുപ്യ നമുക്ക് ഫൈനൽ കൊടുക്കാൻ കഴിയും. 2.75 ഏറ്റവും ഫുൾ ലോഡ് വണ്ടി, ഒറിജിനൽ കേരള, എല്ലാം ക്ലീൻ ഉള്ള വണ്ടി. XP റീപ്ലേസ് മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഒരു പരിപാടി ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലേ. ഇതുമ്പോ ലോൺ എത്ര കയറുന്നാല്? ലോൺ ഇതിമേല് നമുക്കൊരു 2 ലക്ഷത്തിന്റെ ഉള്ളിലായിട്ട് ഒരു 1.25-1.5 നമുക്ക് ലോൺ എന്തായാലും കൺഫേം ചെയ്ത് കൊടുക്കാല്ലേ? ധൈര്യമായിട്ട് പറഞ്ഞിട്ട് കൊടുക്കാം. കൊടുക്കാം. ആൾക്കാർ വന്നാൽ മാത്രം അതിലാ. അടുത്തോടുള്ള അടിപൊളി അൾട്ടോ സിൽവർ കളർ 2012 മോഡൽ അൾട്ടോ 1,40,000 റുപ്യ ഫൈനൽ കൊടുക്കാം നമുക്ക്. 1.45 12 മോഡൽ കൊടുക്കും. 12 മോഡല് LXi. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഓടിക്കുന്നത് 1ന്റെ അടുത്താണ് ഓടിയിട്ടുള്ളത്. നിലവിൽ ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങൾ ഓണർഷിപ്പ് 2ാമത്തെ ഓണർ ആയിട്ടുള്ളൂ. നിലവിലുള്ള 12 അൾട്ടോ. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല, ഫ്രണ്ട് ഗ്ലാസ് വരെ ഒന്നും മാറിയിട്ടില്ല. ഒന്നും മാറിയിട്ടില്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. കസ്റ്റമർക്ക് നമ്മൾ പോളിഷ് ചെയ്ത് വൃത്തിയാക്കിട്ടേ കൊടുക്കുള്ളൂ. പോളിഷ് ചെയ്യും കറക്റ്റ് ആക്കിട്ട് നമ്മൾ ഇവിടുന്ന് ഇറക്കി കൊടുക്കുന്നതിന് മുന്നേ കറക്റ്റ് ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. എല്ലാ പഴപ്പിച്ച് ചൊറുക്കാക്കി വണ്ടി കൊടുക്കുള്ളൂ. അതിനിപ്പോ കസ്റ്റമർ ഒരു വിലമ കൺഫേം ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ മേലക്ക് ചെയ്ത് കൊടുക്കുക, ക്ലിയർ ആയി കൊടുക്കും. ഇവിടുന്ന് കൊടുക്കുന്ന വണ്ടി വൃത്തിയും വെടുപ്പില്ല നമ്മൾ കൊടുക്കൂലേ? ഇത് എത്ര മൈലേജ്? അതൊരു 16-17 വരെ കിട്ടും. മൈലേജ് കിട്ടും. ഇതിപ്പോ ലോൺ കയറുന്നല്ലോ 12 ലോൺ ഇതിമേ നമുക്കൊരു 1 ലക്ഷം വരെ ലോൺ ചെയ്യിപ്പിച്ചോ. 1.25 വരെ നമുക്ക് ശ്രമിക്കാം. മാക്സിമം ലോൺ ചെയ്യിപ്പിച്ചു കൊടുക്കാം. കസ്റ്റമർ വന്നാൽ മാത്രം മതി. അടുത്താണ് ഒരു ഇത്യോസായാലോ 2013 വണ്ടി. നല്ല വണ്ടിയാണ്, നല്ല മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. എല്ലാം കൊണ്ട് ഉഷാറല്ലേ? എല്ലാം കൊണ്ട് പ്ലാറ്റിനം മോഡലും ആക്കി എല്ലാം കഴിഞ്ഞു. മലപ്പുറം നമ്പറായ വണ്ടിയാണ്. കിലോമീറ്റർ വന്നിരിക്കുന്നത് ഇത് 1.40 ആണ്. ആ ലെവലാണ് ഓടിക്കുന്നത്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 3ാമത്തെയാണ്. നോക്കിയിട്ട് കൺഫേം ആക്കിയിട്ട് നമ്മൾ കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കാം. സീറ്റ് കാര്യങ്ങള് എല്ലാം ഉഷാറല്ലേ? ടയർ കമ്പനി സെറ്റായി കൊടുക്കും. സെറ്റായി കൊടുക്കും. എല്ലാം കൊണ്ട് ഉഷാറല്ലേ? എല്ലാം കൊണ്ട് ഉഷാറില്ല. നല്ല സീറ്റ് കാറും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം ഉണ്ട്. 13 മോഡൽ 14 രജിസ്റ്റർ ഉണ്ട് കേട്ടോ വണ്ടി. 14 രജിസ്ട്രേഷൻ ആണല്ലേ? ഇതൊക്കെ ചെറിയ പൈസന്റെ വണ്ടി കേട്ടോ. 3,30,000 റുപ്യ ഫൈനൽ നമ്മളെ കയ്യിൽ കിട്ടണമെങ്കിൽ കൊടുക്കാം. അതിൽ വേണമെങ്കിൽ കുറച്ചും കൊടുക്കാം. ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റാൻ സാധാ GD ആണ്. AC പവർ സ്റ്റിയറിംഗ് 4-door പവറിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലോൺ ഇതിന് നമുക്ക് 2 ലക്ഷം വരെ നമുക്ക് ലോൺ മാക്സിമം 2.5 വരെ ചെയ്യിപ്പിക്കാം. ഒരു 19,000 മുടക്കില്ല വണ്ടി ഇറക്കാം. അതേ മാർക്കാണ് നിസാന്റെ സണ്ണി സെഡാൻ വണ്ടിയിലെ ഞങ്ങളുടെ മോഡലുണ്ട്. ഇതും നല്ല മെക്കാനിക്കുള്ള വണ്ടിയാണ്. നമ്മൾ എഞ്ചിൻ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഗ്യാരണ്ടി കൊടുക്കും. നല്ല വണ്ടിയാണ്. എത്ര മോഡലുണ്ട്? ഇത് 2012 മോഡൽ വണ്ടിയാണ്. 12 മോഡലാണല്ലേ? കിലോമീറ്റർ വന്നിരിക്കുന്നത് 1.70 1.65 അങ്ങനെ എന്തൊക്കെയാണ്. അലോടിക്കുണ്ട്. ഓണർഷിപ്പ് എത്രയാക്കണു? ഓണർഷിപ്പ് 2ാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ള. റീപ്ലേസ് മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. സീറ്റ് കാര്യങ്ങള് എല്ലാം ഉഷാറാണ്. എല്ലാം ഉഷാറുള്ള വണ്ടി. എത്ര കൊടുക്കാം നിസാന്റെ സണ്ണി? നമുക്ക് ഇത് നമുക്ക് 2,30,000 റുപ്യ കൊടുക്കാം. സണ്ണി കൊടുക്കാം. ചെയ്ത വണ്ടിയില്ല എല്ലാം ഉള്ള വണ്ടി. ഇതുമ്പോ റീപ്ലേസ് മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ലോൺ കയറുമ്പോ ലോൺ നമുക്ക് ഇതിമൊരു 1-1.5 റുപ്യന്റെ ഉള്ളിലായിട്ട് നമുക്ക് നോക്കി ലോൺ ചെയ്ത് കൊടുക്കാം. എന്നാലും 20 മേലെ മൈലേജ് കിട്ടുമോ? 20 ഗ്യാരണ്ടി വരാൻ എന്തായാലും കിട്ടും. ഗ്യാരണ്ടി വരാം. ഓക്കെ. അതേമാതിരി ഹോണ്ട അമേസ് ആയല്ലേ? അല്ല ബ്രിയാണ്. ഹോണ്ട ബ്രിയോ എങ്ങനെ മോഡലായിരുന്നാല്? ഇത് 2013 മോഡൽ ബ്രിയാണ്. 13 മോഡൽ ബ്രിയോ ആണല്ലേ?
ഫുൾ ഓപ്ഷൻ XV കാര്യങ്ങൾ എല്ലാം വരും അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ വന്നിരിക്കുന്നത് ഒന്നിന്റെ കീപ്പട്ട് കോടി വണ്ടികളാണ് നിലവിൽ ഓടിയുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പാണ് നിലവിലുള്ളത്. സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കണക്ക് ഉഷാറാണ്. നല്ല മെക്കാനിക്കുള്ള വണ്ടിയാണ്. ഉറുപ്പിലെ പണി വരില്ല, എടുക്കാല്ലേ? ഇത് വരൂല വണ്ടിക്ക്. ഈ വണ്ടിക്ക് ഒന്നും പണി തന്നെ വരില്ല. അത് നമ്മള് പറയണ്ടല്ലേ. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണം? നമുക്കൊരു 3,15,000 കൊടുക്കാം. 3,15,000 കൊടുക്കും. 2-2.5 റുപ്യന്റെ ഉള്ളിൽ നമുക്ക് ലോണും ചെയ്യിപ്പിച്ചു കൊടുക്കാം. മാക്സിമം വരും. ഒരു 10-60,000 മുടക്കിൽ അടിപൊളി ഹോണ്ട ബ്രിയ പെട്രോൾ വണ്ടി ഇറക്കാം. ഒരു റുപ്യന്റെ പണിയില്ല. ഇത് ഇവിടെ നല്ല ഭംഗിയുള്ള വണ്ടിയാണ്. ചൊറുക്കാക്കി കൊടുക്കൂലേ? ചൊറുക്കാക്കി കൊടുക്കും. ആൾക്കാർ വന്നാൽ മതി. പോളിഷ് ചെയ്ത് വൃത്തിയാക്കി നമ്മൾ ചെയ്ത് കൊടുക്കും. അതെ, എറണാകുളം രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത്. ആൾക്കാരെല്ലാം ഡെലിവറി എടുക്കും. ആൾക്കാരെല്ലാം ഡെലിവറി കൊടുക്കും. നിങ്ങളെ വീഡിയോ ചെയ്യുമ്പോഴേ ഒരുവിധ ആൾക്കാരൊക്കെ നമുക്ക് മുൻകൂട്ടി അഡ്വാൻസ് ഇട്ടിരിക്കാം. നമുക്ക് വിശ്വാസമാണ്. അത് നമ്മൾ എന്തായാലും നിലനിർത്തും. കൺഫേം ആണ്. അത് നമ്മള് ഗ്യാരണ്ടിയിൽ ഏറ്റിട്ട് തന്നെ ചെയ്യുള്ളൂ. എന്തുണ്ടെങ്കിലും യാസിബ് ഭായി നമ്മൾ കറക്റ്റ് പറയും കസ്റ്റമറോട്. ഇന്നുണ്ട് ഇനിയിപ്പോ ഏറ്റവും ഇഷ്ടം നമുക്ക് എന്താ വെച്ചാൽ ഒരു വർക്ക്ഷോപ്പുകാരെയും കൂട്ടി വന്ന് നോക്കി ഇതാക്കണ. അപ്പൊ നമ്മളെ കൂടെ എന്തായാലും 2 വർക്ക്ഷോപ്പുകാരെ നമ്മളെ കൂടെ ഉണ്ട്. എടുക്കാൻ പോകുമ്പോ ഉണ്ടാവും. നമ്മള് കുറെ കാലല്ലേ 16 വർഷമായി നമ്മള് നല്ലോ നോക്കിയിട്ട് എടുക്കണ വണ്ടിയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്തുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുള്ളൂ. ഗ്യാരണ്ടി. അടുത്താണ് വാഗണർ ബ്ലൂ കളർ അല്ലേ? 2011 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർ VXI ഫുൾ ഓപ്ഷൻ വണ്ടി. അത് പാർട്ടിന്റെ വീട്ടിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം. നമ്മളൊക്കെ ഡയറക്റ്റ് പാർട്ടിന്റെ വീട്ടിൽ പോയി അങ്ങനത്തെ ഡീലിംഗ് ആട്ടോ നമ്മളത് ഒരുവിധം. 90% കേസ് നമ്മളത് പാർട്ടിനായിട്ടുള്ള ഡീലിംഗ് ആണ്. ഞാൻ ബ്രോക്കർ പണി എടുത്തിന്റെ ആളാ. അത് നമുക്ക് കോൺടാക്ട്സ് അത്യാവശ്യം നല്ല കോൺടാക്ട്സ് ഉണ്ട്. അപ്പൊ എല്ലായിടത്തും പോയിട്ട് നമ്മള് വണ്ടി എടുക്കും. നമുക്ക് ഒരുവിധം ഡീറ്റെയിൽസ് ഒക്കെ എല്ലാ നാട്ടിലും നമുക്ക് വിവരം തരും ചെയ്യും. അങ്ങനെ പാർട്ടിനായിട്ട് സംസാരിച്ചിരിക്കുന്ന വണ്ടിയാണ്. ഇതൊക്കെ പാർട്ടിന്റെ പേരിൽ മൂടി വെച്ചിന്റെ വണ്ടിയാണ്. മൂടി വെച്ചിന്റെ ഉപയോഗിക്കാതെ അത്രയും ഗ്യാരണ്ടി വരാൻ പറ്റുന്ന വണ്ടിയാണ്. ഇത് 2011 വണ്ടി 1ന്റെ ലെവലിൽ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 2,35,000 എടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കൊടുക്കാം. വണ്ടിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് 12 വണ്ടി നമ്മളിത് ഈ വിലക്ക് കൊടുത്തുക്കണം. 13 വണ്ടിയും കൊണ്ട് 15 വണ്ടി വേറെ കൊടുത്തുക്കണം. ഒക്കെ വണ്ടി ക്വാളിറ്റി ഉണ്ട്. ടെൻഷനും വേണ്ട. ലോൺ എത്തി നമുക്കൊരു 1-1.25 റുപ്യൊക്കെ നമുക്ക് ശ്രമിക്കാം. മാക്സിമം അല്ല 2.35 പറയണത്. ഒരു 1-1.25-1.2 ഉള്ളിൽ വരെ നമുക്ക് ശ്രമിക്കാം. വണ്ടി പ്രൊഫൈലിനനുസരിച്ച് കൊടുക്കാം. അതേമാതിരി വീണ്ടും വേഗണറാണല്ലോ. 12 മോഡലാണ്. VXI ആണ്. സെയിം കളറിനാണ്. സെയിം ആണല്ലോ. 12 ഒരു കൊല്ലം ഏറുണ്ട്. VXI ആണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ വന്നിരിക്കുന്നത് 1ന്റെ ലെവൽ തന്നെയാണ് ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങൾ സെക്കൻഡ് ഓണർ വണ്ടി. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഒരു പരിപാടിയില്ല. ധൈര്യമായിട്ട് പറഞ്ഞിട്ടാണ് കൊടുക്കാല്ലേ? സീറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയർ ആയിട്ട് കൊടുക്കൂലേ? നമ്മള് മെയിൻ ആയിട്ട് നോക്കണം എന്താ പറയുക, ഇനിയിപ്പോ ഒരു ഗ്ലാസോ ഒരു ഡോറോ റീപ്ലേസ് ഉണ്ടെങ്കിൽ വലിയ വിഷയമുള്ള കേസൊന്നുമല്ല. വരുത്തിയാലും ഇതായാലും ഒക്കെ മാറിയാലും പ്രശ്നമൊന്നുമല്ല. നമ്മൾ എഞ്ചിൻ ക്വാളിറ്റി നോക്കണ്ടേ. എഞ്ചിൻ പിന്നെ ഇല്ലാണ്ട് ഹൃദയമില്ലാണ്ട് ഒന്നും കാര്യമില്ലല്ലോ. തലയില്ലാത്ത മനുഷ്യന്മാരെ എഞ്ചിൻ നല്ലോണം നോക്കി നമ്മളെ കൂടെ വർക്ക്ഷോപ്പിൽ വന്നിട്ട് നമ്മള് എന്നിട്ടേ കൊണ്ടുപോകുള്ളൂ. ഗ്യാരണ്ടി അങ്ങനെ എടുക്കുന്ന വണ്ടികളാണ്. ലോൺ ഇതിമേലെ നമുക്കൊരു 1.5 റുപ്യന്റെ 2 റുപ്യന്റെ കീഴായിട്ട് നമുക്ക് ലോൺ ചെയ്യാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. 2,65,000 നമ്മൾ ചോദിക്കുന്നത്. ചെറിയ മാറ്റം വരുത്തി കൊടുക്കും. ചെയ്ത് കൊടുക്കാം. 2.65 മാക്സിമം ലോണും കയറും. കുറച്ചും കൊടുക്കും. ആൾക്കാരുടെ ഡെലിവറി കൊടുക്കും. ചെറിയ ചായക്കായി കൊടുത്താൽ മതി. ഇതൊക്കെ ഒരു വിധ ആൾക്കാരൊക്കെ നമുക്ക് കാണാതെ അഡ്വാൻസ് തരാം. നമുക്ക് വിശ്വാസമാണ്. നിങ്ങളെ വിശ്വാസമാണ് പറഞ്ഞിട്ടാണ് ചെയ്യണത്. നമ്മളാ വിശ്വാസം നിലനിർത്തണല്ലോ. അത് എന്ത് വന്നാലും നിലനിർത്തണല്ലോ. പിന്നീട് ഓരോ ഫോൺ കോൾ വരുമ്പോ നമുക്ക് പേടിയാണ്, എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ള. നമ്മള് അപ്പൊ ഏറ്റവും ഇഷ്ടം എന്താ വെച്ചാല് കസ്റ്റമർ ഓല് വന്നിട്ട് ഇനി ഓല് ഗൾഫിലേക്ക് ഒരുവിധ ആൾക്കാരൊക്കെ ഗൾഫിൽ നിന്നാണ് നമുക്ക് അഡ്വാൻസ് ചെയ്യണേ. അപ്പൊ ഗൾഫിലാകുമ്പോ ഓല് വന്നിട്ട് ഓല അല്ലാണ്ടെങ്കിൽ ഓലെ കൂടുതൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഓക്കെ ആയി കഴിഞ്ഞാല് അങ്ങോട്ടൊരു 4 വർക്ക്ഷോപ്പ് ഉണ്ട്. പാലക്കാട് ബൈപ്പാസ് വേണല്ലോ. അങ്ങോട്ടൊരു 3-4 വർക്ക്ഷോപ്പ് ഉണ്ട്. ഇങ്ങോട്ടൊരു 3-4 വർക്ക്ഷോപ്പ് ഉണ്ട്. ഏയില ഒരു വണ്ടി ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് എടുത്താൽ മതി. അടുത്ത വണ്ടിയല്ല അടിപൊളി നിസാൻ സണ്ണിലെ ഏറ്റവും ഫുള്ളോട് വണ്ടി കേട്ടത്. ഏറ്റവും ഫുള്ളോട് വണ്ടി. ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്ന ഒറിജിനൽ കേരള വണ്ടി. തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടിയാണല്ലേ? ഞങ്ങളെ മോഡൽ ഇത് 2012 മോഡൽ XV ആണ്. XV ആണല്ലേ? കിലോമീറ്റർ വന്നിരിക്കുന്നത് 1.30 ആ ലെവലാണ്. നിലവിലോടിയുണ്ട്. ഓണർഷിപ്പ് രണ്ടാമത്തെ 3-ാമത്തെ കൺഫേം ആക്കി നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കും. വിളിക്കുന്ന ആൾക്കാർക്ക് കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ട് ഫോട്ടോ വീഡിയോ എല്ലാം ചെയ്ത് കൊടുത്ത് വൃത്തിയാക്കിട്ട് നമ്മൾ ചെയ്യുള്ളൂ. കൊടുക്കുള്ളൂ.
പതുക്കെ കച്ചവടം ചെയ്താൽ മതി യാസിൻ ഭായി. അതാണ് ചെയ്യണത് മാനിമല ഒരു പ്രശ്നമില്ലല്ലോ. റീപ്ലേസ് മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല, ഒരു പരിപാടിയില്ല. നല്ല ലെഗ് പൈസ ഉള്ള വണ്ടിയില്ല. ഇത് ഒറിജിനൽ കേരള വണ്ടിയാ? ഒറിജിനൽ കേരള വണ്ടി. നല്ല വർക്കിംഗ് ഉണ്ട്. അതൊക്കെ നല്ലോണം നോക്കി എടുക്കാണ്ട് സണ്ണിയൊക്കെ ആവുമ്പോ നമ്മള് നോക്കുമ്പോ നല്ലോണം നോക്കിട്ട് എടുക്കുള്ളൂ. മെക്കാനിക്കൽ ഭാഗം ഒക്കെ നോക്കിട്ട്. ഫാൻസി നമ്പർ 10 നമ്പറുണ്ട്. തിരുവനന്തപുരം രജിസ്ട്രേഷൻ. എത്ര കൊടുക്കും വണ്ടി? അത് നമുക്ക് 2,70,75,000 ഫൈനലാക്കി കൊടുക്കാം. നിസാൻ സണ്ണി കൊടുക്കാം. ചെയ്ത് കൊടുക്കാം. ഇനി വരികയാണെങ്കിൽ കുറച്ചും കൊടുക്കാം. ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കും ചെയ്യാം. ലോൺ നമുക്ക് മാക്സിമം ചെയ്തു കൊടുക്കാം. ഒരു 1.5 2 ഉള്ളിലായിട്ട് 1.5 എന്തായാലും ചെയ്ത് കൊടുക്കാം. 10 മുടക്കിൽ വണ്ടി ഇറക്കാം. വണ്ടി ഇറക്കാം. അതേമാതിരി അടിപൊളി റിഡ്സ് ആണല്ലോ. റിഡ്സ് 2012 മോഡൽ ന്യൂ ഷേപ്പിൽ വരുന്ന റിഡ്സ് ആട്ടോ. 12 ന്യൂ ഷേപ്പ് ആണല്ലേ? ന്യൂ ഷേപ്പ് വണ്ടിയാ. ഇത് ഓപ്ഷൻ ഓപ്ഷൻ VDI ഡീസൽ വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ വന്നിട്ട് 1.30 ആ ലെവലാണ്. 1.30 ഓടിയുണ്ട്. ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് 2ാമത്തെ ഓണർഷിപ്പാണ് നിലവിലുള്ള. റീപ്ലേസ് ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. നമ്മള് കസ്റ്റമർ വന്നു കഴിഞ്ഞാലേ കസ്റ്റമറിനെ കൊണ്ട് വണ്ടി റൗണ്ട് അടിച്ച് ഓടിപ്പിച്ച് ഒരു 1-2 കിലോമീറ്റർ ഓടിപ്പിച്ചില്ലേ എടുക്കുള്ളൂ, എന്നിട്ടേ വിടുള്ളൂ നമ്മള്. ഇരുമ്പിന് ചെയ്യാൻ പറ്റിയ സാധനല്ലേ, നമുക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ. ഈ വണ്ടി എല്ലാം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണെങ്കിൽ എനിക്ക് അത്രയും ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ എന്നാലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. നാളെ ഈ ഗ്യാരണ്ടി വരുന്ന ഞാൻ ഉള്ള കാര്യത്തിന് ഗ്യാരണ്ടി ഇല്ല. സത്യല്ലേ? അതെ, അത്രേ ഉള്ളൂ. വണ്ടിന്റെ അത്ര ഗ്യാരണ്ടി നമുക്കില്ല. നമുക്ക് പറയാനുള്ളതേ ഇത് എനിക്കിപ്പോ 2 രൂപത്തിലും കൂടെ സംസാരിക്കാൻ കഴിയും. ഒന്നിപ്പോ ഈ വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ്, ഒരു കാര്യം നോക്കണ്ട, കറക്റ്റ് വർക്കിംഗ് ആണ്, അതൊക്കെ അങ്ങനെ സംസാരിക്കാൻ കഴിയും. പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് ഇരുമ്പിനെ ചെയ്യാൻ പറ്റിയ സാധനമാണ്, ഒരു കാര്യമില്ല. ഇന്ന വിലക്ക് ഈ മാർക്കറ്റ് അന്വേഷിച്ചിട്ട് എല്ലായിടത്തും അന്വേഷിച്ചിട്ട് നമ്മളടുത്ത് വന്ന് വണ്ടി എടുത്താൽ മതി. നമ്മൾ മാന്യമായ ഒരു കൂലി എടുത്തിട്ടേ കച്ചവടം ചെയ്യുള്ളൂ. ചെറിയ കൂലി എടുത്താൽ നമ്മൾ പെട്ടെന്ന്, ഞാൻ ബ്രോക്കർ പണി എടുത്താളാം, നമുക്ക് പെട്ടെന്ന് കച്ചവടം നടക്കുന്നുണ്ട്. അത് നടക്കണമെന്ന് നമ്മൾ ചെറിയ കൂലി എടുത്തിട്ട് കച്ചവടം ചെയ്യണോണ്ടാണ്. അതുകൊണ്ടാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കണതല്ലേ? ഇത് നമുക്ക് 2,65,000 ചോദിക്കുന്നുണ്ട്. ചെറിയ എന്തെങ്കിലും മാറി ഞാൻ ഇതിലും വരുത്തി കൊടുക്കും. ലോൺ ഇതിമേ നമുക്ക് 2 രൂപ നമുക്ക് ലോണും ചെയ്യിപ്പിച്ചു. 10 രൂപ മുടക്കില് വണ്ടി ഇറക്കാം. അതെ, അതേപോലെ സ്വിഫ്റ്റ് ഡിസയർ 2009 മോഡല്, പുതിയ പേപ്പറുള്ള പെട്രോൾ വണ്ടിയാണ്. 5 വർഷത്തിന് പേപ്പർ എല്ലാം ഉള്ള വണ്ടി, നല്ല മെക്കാനിക്കാണ്, എല്ലാം കൊണ്ടും ഉഷാറാണ്. പെട്രോൾ ആണ്, VXI ആണ്. ചെറിയൊരു പൈസന്റെ വണ്ടിയാണ്. 1,85,000 നമ്മൾ ഈ വണ്ടി ഗ്യാരണ്ടി പറഞ്ഞ എഞ്ചിൻ ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാൻ പറ്റും. ടൈമിങ്ങിന്റെ സൗണ്ട് ടട്ടുള്ള ഒച്ച അങ്ങനത്തെ ഒന്നും ഉണ്ടാവും. പെട്രോൾ സൈലന്റ് വർക്കിംഗ് കയറാം. പിന്നെ 1.85 ലാസിമയെ 5 വർഷത്തിൽ പുതിയ പേപ്പർ എടുക്കണേ 10 രൂപ ഇപ്പത്തെ ആവശ്യത്തിലും വേണം. എല്ലാം ക്ലിയർ ആണ്. ഇപ്പം ഓടിയാൽ മാത്രം മതി. ഓയിൽ ചേഞ്ചിങ് വരെ കഴിഞ്ഞിട്ട് കസ്റ്റമർ നിർത്തിയ വണ്ടിനും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അത് അങ്ങനെ പറയാനുള്ളൂ അല്ലേ? ഓക്കെ, എത്ര ഓടിക്കണം? ഇത് ഓടിക്കണത് 1.30 ആ ലെവലൊക്കെ തന്നെയാണ് നിലവിൽ ഓടിക്കണം. നമ്മള് കിലോമീറ്റർ പറയുമ്പോ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും കേട്ടോ. എന്താ വെച്ചാൽ നമ്മള് എല്ലാത്തിന്റെ കിലോമീറ്റർ മൈൻഡിൽ നിൽക്കൂല. അപ്പൊ അതുള്ള കാര്യങ്ങളെ ഈ വിളിക്കുന്ന ആൾക്കാർക്ക് എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ചെയ്യുള്ളൂ. ഇന്ന ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ പറഞ്ഞു കൊടുക്കും. ഇതിനൊന്നും ഒന്നുമില്ല കേട്ടോ, പറയാനൊന്നുമില്ല. എത്ര വണ്ടികൾ? ഇത് 1,85,000 ലോണ് കയറുന്നാല് ഇതിമേ നമുക്ക് സെർട്ട് ഫിനാൻസ് ഒക്കെ കയറുള്ളൂ. ഇനി ഒരു 1 lakh വരെ നമുക്ക് എന്തെങ്കിലും ശ്രമിച്ചു നമ്മൾ ചെയ്തു. നമ്മള് പലിശ ഇടപാടിനായിട്ട് മറ്റേ ഇടപാടില്ല. പക്ഷെ ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മളെ ബാങ്ക് ഇവിടെ ഓഫീസിൽ അങ്ങനെ വരുന്നുണ്ട്. ഓരോ നമ്പർ എടുത്ത് പോലെ തമ്മിൽ എന്തായാലും ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് അവിടെ ഇതൊക്കെ നമുക്ക് ഇനി ഇപ്പൊ കാസർഗോഡ് ആണെങ്കിലും ടെൻഷനില്ല. തിരുവനന്തപുരത്താണ്. ഇപ്പൊ കേരളത്തിന് പുറത്തേക്ക് നമുക്ക് എന്തെങ്കിലും കഴിയില്ലല്ലോ. കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കൊടുക്കാം. അതേമാതിരി വീണ്ടും ഒരു ഹോണ്ടന്റെ ബ്രീ ആണല്ലോ. ഇത് 2013 മോഡൽ 14 രജിസ്റ്ററുള്ള വണ്ടിയാണ്. 13 ബ്രിയോ ഇതില് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി കേട്ടോ, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. VX കളർ വരുന്നുണ്ടല്ലേ? എല്ലാം ഉള്ള വണ്ടി. ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്, നല്ല ഉണ്ട്. കിലോമീറ്റർ ഓടിക്കണ്ടേ? കിലോമീറ്റർ ഓടിക്കണത് 1.1 ലെവൽ തന്നെയാണ് ഓടിയിട്ടുള്ളത്. ഇതിന് ബാക്ക് ആണ് രസല്ലേ? ആ ഗ്ലാസ് ഒക്കെ ഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയാണത്, നല്ല രസമാണ്. എല്ലാ കാറിന്റെ കൂട്ടത്തിൽ കാണുമ്പോ ഒരു ഭംഗി കുറവുണ്ടാവുന്നുള്ളൂ. ഇത് പുറത്തു കൂടെ റോട്ടിൽ കൂടെ പോകുമ്പോ വേറെ വൈപ്പാണ് ഈ വണ്ടി. ആൾക്കാരൊക്കെ നോക്കൂല. ₹1 പണി വരില്ല ഇതിമേല്. ഹോണ്ടന്റെ വണ്ടിയാണ്. മൈലേജ് ഷോർട്ടും വരും. അത് എല്ലാം ആണല്ലോ, എല്ലാത്തിന്റെ നന്മ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല.
മൈലേജ് കമ്മിയാകാൻ പെട്രോൾ പെട്രോൾ ആകുമ്പോൾ ഒരു 15 വരെ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ ഓടിക്കണത് അത് കറക്റ്റ് പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെ, കംപ്ലൈന്റ് വരില്ല. ₹1 പണിയില്ല. ഓയിലും ഫിൽറ്ററും കാര്യങ്ങളും നോക്കിയാൽ ₹1 പണിയില്ല. ഇത് നമുക്കൊരു 3,15,000 ഇതും കൊടുക്കാം. ചോദിക്കണ്ട അങ്ങനെ പറയില്ല, ചെറിയ മാറ്റം വരുത്തി നമുക്ക് കൊടുക്കാം. ചെറിയ മട്ടത്തിൽ കുറച്ച് കൊടുക്കും, ചെയ്ത് കൊടുക്കാം. ലോൺ മാക്സിമം കയറും. ലോൺ ഇത് മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ എന്താ ₹2,500 നമുക്ക് ചെയ്ത് കൊടുക്കാം. ശ്രമിച്ചു നോക്കാം. ഒരു 10,000 മുടക്കിൽ വണ്ടി ഇറക്കാം. ഏകദേശം അങ്ങനെ ഇറക്കാം. 15-നുള്ളിൽ മൈലേജ് കിട്ടില്ല. 15 ലെവലിൽ മൈലേജ് കിട്ടുമല്ലോ. മൈലേജ് ഉണ്ടാവും. ഓക്കെ, അടുത്ത നല്ല അടിപൊളി ലീവ് അല്ലേ? ലീവാ. ഞങ്ങളുടെ മോഡലുണ്ട് 2014 മോഡൽ ലീവാണ്. 14 മോഡൽ ലീവാണ്. ലീവാണ്. ഇത് നമുക്ക് GD ഓപ്ഷൻ ആട്ടോ. നമ്പർ ആയ വണ്ടി കേട്ടോ. നമ്പർ ആണ് KL55 പെരിന്തൽമണ്ണ അല്ലേ? റീപ്ലേസ് ഉണ്ടോ? മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ലല്ലോ. എത്ര ഓടിക്കണത്? ഇത് ഓടിക്കണത് 140, 1.5 ലെവലിലൊക്കെ ഓടിയിട്ടുണ്ട്. നിലവിൽ വീട്ടിലുള്ള നമുക്ക് പറയാൻ പറ്റുള്ളൂ. കച്ചവടം ചെയ്താൽ ഒരു ടെൻഷനും വേണ്ടല്ലോ. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അടിപൊളിയൊക്കെ ചെയ്തു. അടിപൊളി വണ്ടിയാണ്. എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? ഇത് നമുക്കൊരു 3,65,000 കൊടുക്കാം. 365 കിട്ടിയാ കൊടുക്കാം. അതിമ കുറയോ? ചെറിയ അങ്ങോട്ടും കൊണ്ടൊക്കെ ആണെങ്കിൽ ചെറിയ മാറ്റങ്ങൾ വരും കേട്ടോ. 365 വരുമ്പോ ₹3 കിട്ടുന്ന അത് ചോദിക്കുന്നത് മാർക്കറ്റ്. ഇത് 12 വണ്ടി വിൽക്കുന്നുണ്ട് 3-3.5 12. ഇത് 14 വൈറ്റ് ഡാഷ്ബോർഡ് വരുന്ന വണ്ടിയാണ്. അതുകൊണ്ട് 365 നമ്മൾ കൊടുക്കണത്. എന്തായാലും ചെറിയ മണ്ണിൽ കുറച്ചും കൊടുക്കും. ലോൺ എത്ര കയറുന്നാല്? ഇത് ലോൺ നമുക്കൊരു 3 ലക്ഷം വരെ നമുക്ക് ശ്രമിക്കാം. ഒരു 65,000 വണ്ടി ഇറക്കാം. ധൈര്യമായിട്ട് പറഞ്ഞു നല്ല വണ്ടിയാണ്. 20 വരെ മൈലേജ് 20 ഗ്യാരണ്ടി ഞാൻ കൊണ്ടിറക്കുന്ന വണ്ടി ലീവാണ്. നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. അടുത്ത അടിപൊളി റെഡ് കളർ പോളോ 2016 മോഡൽ പോളാണ്. 16 മോഡലാണ്. ഹൈലൈൻ കേട്ടോ. ഹൈലൈന് ഫുൾ ഓപ്ഷൻ ആണ്. KL2 ആണല്ലേ? 16-30 നമ്പറും ഉണ്ട്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്. ഇത് കിലോമീറ്റർ വന്നിരിക്കുന്നത് 1ന്റെ ഉള്ളിലാണ്. 80 സംതിങ് അങ്ങനെ എന്തൊക്കെയാണ്. അല്ല ഓടിക്കണം. ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് 2ാമത്തെ ഓണർ. നിലവിലല്ലേ? റീപ്ലേസ് ഉണ്ടോ? മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഒരു പരിപാടി ഒന്നുമില്ല. നല്ല റെഡ് പോളരെ കിടലമുണ്ട്. സീറ്റ് കാര്യങ്ങള് ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? കൊടുക്കുന്നൊക്കെ ഒരു പണിയല്ലോ. ഇല്ല, ഇത് മാക്സിമം ഒരു 4 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം. 5-15 ചോദിച്ചാൽ നമുക്ക് കൊടുക്കും ചെയ്യാം. 5,15,000 ചോദിക്കുന്നുണ്ട്. 4 ലക്ഷം വരെ ലോണും കയറും. 1 ലക്ഷം മുടക്കിലോ. പെട്രോളാണ് ഇത് പണി വരില്ല. ഒരുവിധം ഡീസൽ മന്ന് ഇങ്ങനെ ഒഴിഞ്ഞോണ്ടിരിക്കണം. പെട്രോൾ പെട്രോളും CNG ഇങ്ങനത്തെയൊക്കെയാണ് പോണത്. ഡീസൽ പോളൊക്കെ ആകുമ്പോ അത്യാവശ്യം നല്ല പണി വരുന്നുണ്ട്. അപ്പൊ ഇതിമലാക്കുമ്പോ ഒരു പണിയും വരില്ല. കൊണ്ടങ്ങനെ നടന്നാ മതി. എന്നാലും ₹19 മൈലേജ് ചെറിയ ഷോർട്ട് വരുന്നുള്ളൂ. 2, 3, 4 കിലോമീറ്റർ ഷോർട്ട് വന്നു കഴിഞ്ഞാൽ പെട്രോൾ വണ്ടിയാണ് ഏറ്റവും നല്ലത്. കംപ്ലൈന്റ് വരില്ല. ആ സ്ഥാനത്ത് ഇതിന്റെ പണിക്കൊന്ന് ചെന്നാണ് ഭയങ്കര സംഖ്യയാണ്. ₹1,00,000 ഇതിന് പണിക്ക് വരുന്നത്. ഡീസലായാലും പെട്രോൾ ആയ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഡീസൽ പൊതുവെ എടുക്കലില്ല. കമ്മിയാണല്ലേ? പെട്രോൾ ആകുമ്പോൾ എടുക്കും. അത് എടുക്കാൻ ഈ 18ന്റെ മേശം 17, 16 അങ്ങനത്തെ ഒക്കെ വണ്ടികൾ എടുക്കാനല്ലേ. 12, 13 വണ്ടിക്കൊക്കെ ഒരു ഇതൊക്കെ കംപ്ലൈന്റ് വരുന്നുണ്ട്. നമ്മളിത് ഈ വീഡിയോ കണ്ടിട്ട് ആൾക്കാരെ നമ്മളെ പങ്കാളിട്ടുണ്ട്. സത്യാവസ്ഥയാണിത്. അനുഭവത്തിനുള്ള ഇതാണ്. അതെ, ഇത് പെട്രോൾ ആകുമ്പോൾ മൈലേജ് പെട്രോൾ ആകുമ്പോ ഇതിമ്മള് ഒരു 16 വരെ നിങ്ങൾ പറഞ്ഞോളൂ. 16, 17 വരെ കഴിയുമ്പോഴേക്ക് മൈലേജ് കിട്ടുമല്ലോ. ഫ്രണ്ട്സ്, അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ പറഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അടുത്ത അടിപൊളി വീഡിയോ ആയി വിടുക.